പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷയെ ചെന്ന് കാണുന്ന രാജി കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഡാഡി വാശിയിൽ തന്നെയാണ്. യാതൊരു മാറ്റവും ഡാഡിയിൽ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ കല്യാണം നടത്തണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ഇപ്പോൾ ഡാഡിയുടെ മുന്നിൽ. അതുകൊണ്ട് തന്നെ നീ വിവാഹത്തിന് സമ്മതിച്ചേ മതിയാകൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് രാജി. ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേകിനെ മറന്നുകൊണ്ട് മറ്റൊരു ജീവിതം അത് പോസിബിളാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പോസിബിളാക്കണം. നിന്റെ അച്ഛന് വേണ്ടിയാണ് നീ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം മറക്കാതിരുന്നാൽ മാത്രം മതി. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു വിഷമവും മനസ്സിൽ ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല എന്ന് വ്യക്തമാക്കുന്ന അവൾ ഇതേ തുടർന്ന് തൻ്റെ ആലോചനയുമായി മുന്നോട്ട് പോവുകയാണ്. ഇതേ സമയം തൻ്റെ തന്ത്രത്തിൽ വീണുപോയ രാജി കാര്യങ്ങളെല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് റാംമോഹൻ. കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ നടക്കുകയും അവൾ വിവാഹത്തിന് യെസ് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അയാൾ. നല്ലൊരു അവസരമാണ് എനിക്കിപ്പോൾ വീണ് കിട്ടിയത്. അത് കൃത്യമായി ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. കാത്തിരിക്കുകയാണ് ഇഷയുടെ വരവിന് വേണ്ടി. ഇതേസമയം ഇഷ അച്ഛൻ്റെ ആരോഗ്യത്തെപ്പറ്റി അറിഞ്ഞതിനെ തുടർന്ന് കൂടുതൽ ടെൻഷനായിരിക്കുകയാണ്. മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് അവൾ ഭയപ്പെടുകയും ചെയ്യുന്നു. തൻ്റെ അച്ഛൻ്റെ അവസ്ഥയ്ക്ക് കാരണം മറ്റാരുമല്ല താനാണ് എന്നുള്ള ചോദ്യം മുന്നിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്ന് പ്രശ്നങ്ങൾ വഷളായിരിക്കുകയാണ്. ഒടുവിൽ റാംമോഹനെ കാണുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇഷ. അച്ഛാ, ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി ഒരുപാട് ആലോചിച്ചു. എന്നിട്ട് നീ എന്താണ് തീരുമാനിച്ചത് മോളെ? അച്ഛൻ പറയുന്നത് പോലെ അനുസരിക്കുമോ? ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ ഇനി എൻ്റെ മുന്നിൽ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന ഇഷ എല്ലാം അച്ഛൻ പറയുന്നത് പോലെ തന്നെ നടക്കട്ടെ എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഞാൻ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഞാനിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. രാഹുലിൻ്റെ കാര്യത്തിൽ അച്ഛൻ എന്ത് തീരുമാനമെടുക്കുന്നു അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇനി ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് നൽകാം. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ റാംമോഹൻ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നല്ലതിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി കൃത്യമായി വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ. ഇവളെ ഈ തീരുമാനത്തിൽ നിന്ന് ഇനി പിന്തിരിപ്പിക്കാനുള്ള ഒരു വഴി പോലും കൊടുക്കരുത് എന്നും ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് റാംമോഹൻ പ്ലാനുകൾ കൊണ്ടുപോകുന്നത്. എന്നാൽ ഇതേ സമയമാകട്ടെ ഇഷ ഇനി അച്ഛൻ്റെ സന്തോഷം മാത്രമാണ് തനിക്ക് വേണ്ടത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും താൻ തയ്യാറാകും. തൻ്റെ ജീവിതം നശിപ്പിക്കാനും ഞാൻ അതിന് തയ്യാറാണ് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഇഷ കാര്യങ്ങൾ ഇനി അച്ഛൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇതോടെ രാഹുലിനെ ഫോൺ ചെയ്യുന്ന റാംമോഹൻ വിവാഹത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിക്കൊള്ളാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്താ അങ്കിൾ, ഞാൻ ഈ കേൾക്കുന്നത് സത്യം തന്നെയാണോ? അതെ, ഞാനാണ് പറയുന്നത്.
നീ വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുക്കിക്കോളൂ. എൻ്റെ മകൾ കൃത്യസമയത്ത് മണ്ഡപത്തിലെത്തും. ആ കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് നൽകാം. ഇതോടെ വളരെയധികം സന്തോഷിക്കുകയാണ് അയാൾ. മാത്രവുമല്ല, ഇനി കാര്യങ്ങൾ ഞാനായിരിക്കും നിയന്ത്രിക്കാൻ പോകുന്നത്. ഇത്രയും നാൾ കാത്തിരുന്ന എൻ്റെ ആ കാത്തിരിപ്പിന് സഫലം കിട്ടിയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയമാണ് ഇഷ വീണ്ടും വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് അഭിഷേക്. ഇതോടെ അഭിഷേക് ആകെ ഞെട്ടിപ്പോകുന്നു. തൻ്റെ ജീവിതത്തിൽ താൻ ഇഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അഭിഷേകിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അഭിഷേക് ജീവിതം അവസാനിപ്പിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ആ അതിഥി കടന്നു വരുന്നത് അഭിഷേകിൻ്റെ ജീവിതത്തിലേക്ക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.